ഉമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് 3 ഇരുട്ടുകൾ നിറഞ്ഞ വീടാണ്. എന്നാൽ ഈ ദുനിയാവ് എത്ര സുന്ദരമായ ഒരു വീടാണിത്, ദുനിയാവിന്റെ വീട്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു നിങ്ങളെ പറഞ്ഞയച്ചത് ഒരിക്കലും ദുനിയാവിന്റെ സുഖങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിതത്തെ തകർക്കാനല്ല. ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു നല്ല എന്താ പറയാ, നമുക്ക് ചിന്തിക്കാവുന്ന ചിന്തോദ്ദീപകമായ ഒരു കഥ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വളരെ സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ്. അവളെ കണ്ടപ്പോഴേക്ക് ആ സൗന്ദര്യത്തിൽ അവൻ ഭ്രമിച്ചുപോയി. സ്വന്തം ഭാര്യയെ മറന്നു, സ്വന്തം മക്കളെ മറന്നു. എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം, അവളെ ഭാര്യയാക്കണമെന്നുള്ള ചിന്തയാൽ അവനതാ ആ പെണ്ണിനോട് ചെന്നുകൊണ്ട് ചോദിക്കുകയാണ്, പെണ്ണേ, നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, നിനക്കതിന് സമ്മതമാണോ? അപ്പോ അവള് പറഞ്ഞു, അതെ, എനിക്ക് സമ്മതമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ നേരെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് തന്റെ ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ, ഇന്ന് ഞാനൊരു പെണ്ണിനെ കണ്ടു. അവളെ കണ്ടപ്പോ എനിക്ക് വളരെ എന്റെ മനസ്സ് അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ചു പോയി. അവളെ വിവാഹം ചെയ്യാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അപ്പോ ഉപ്പ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് അവളെ ഒന്ന് കാണണം. അങ്ങനെ ഉപ്പയുടെ ആഗ്രഹപ്രകാരം തന്റെ മകൾക്ക് യോജിച്ച ഭാര്യയാണോ എന്നറിയാൻ ഉപ്പ ഈ പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ പെണ്ണിനെ കണ്ടപ്പോ ഉപ്പയും അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. ഉപ്പാക്ക് തോന്നി, ഞാൻ കല്യാണം കഴിച്ച തിരക്കടില്ല. ഉപ്പ മോനോട് പറഞ്ഞു, മോനെ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കുമ്പോ കുറച്ച് പ്രായമുള്ള ആള് വേണം, അതുകൊണ്ട് മോൻ കല്യാണം കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പയും മകനും തമ്മിൽ അടിപിടിയായി. അവസാനം ഈ അടിപിടി തീർക്കാൻ വേണ്ടി അവരൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് പരാതി പറയുകയാണ്, പെണ്ണിനെ ചൊല്ലിയുള്ള തർക്കം തീർക്കാൻ. അപ്പോ പോലീസ് ഉദ്യോഗസ്ഥൻ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഉപ്പയും മകനും ഒരു പെണ്ണിനെ വേണ്ടി തർക്കിക്കുകയാണെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം വളരെ വലിയ സൗന്ദര്യമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ഉപ്പക്കാണോ അതോ മകനാണോ യോജിപ്പുള്ളത് എന്ന്. അങ്ങനെ ഈ പെണ്ണിനെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നപ്പോ ഉദ്യോഗസ്ഥൻ അവളുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചുപോയി. അവൻ ഉപ്പായോടും മോനോടും പറഞ്ഞു, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിക്കണമെങ്കിൽ കുറച്ച് അധികാരവും ശക്തിയൊക്കെ ഉള്ള ആള് വേണം, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം, നിങ്ങൾ തൽക്കാലം വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തർക്കം ഇവര് 3 പേരും തമ്മിലായി. അവസാനം ഈ തർക്കം തീർക്കാൻ രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. രാജാവ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ തർക്കിക്കണമെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം അപാരമായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനും നമ്മളെ കണ്ടു നോക്കട്ടെ, ആർക്കാണ് യോജിപ്പുള്ളതെന്ന്. രാജാവ് അവളെ കണ്ടതോടുകൂടി രാജാവിന്റെ കിളി പോയി. രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ ലയിച്ചുപോയി. രാജാവ് പറഞ്ഞു, ഈ പെണ്ണിന് ഞങ്ങൾക്കൊന്നുമല്ല യോജിപ്പ്, ഈ നാട് ഭരിക്കുന്ന എനിക്കാണതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോവുക, ഞാൻ ഇവളെ കല്യാണം കഴിക്കാം. തർക്കം രാജാവും അതുപോലെ ഇവരും തമ്മിലായി. അവസാനം ഈ പെണ്ണ് പറഞ്ഞു, എങ്കിൽ ഞാനൊരു പന്തയം വെക്കാം, ഞാൻ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടാൻ ഒരുങ്ങുകയാണ്. എന്റെ പിന്നാലെ ഓടി വന്ന് എന്നെ പിടിക്കാൻ കഴിയുന്നവർക്ക് എന്നെ വിവാഹം ചെയ്യാം. അങ്ങനെ പെണ്ണ് രാജകൊട്ടാരത്തിന്റെ വാതിലിറങ്ങി ഓടുകയാണ്. ഈ പെണ്ണിനെ വിവാഹം ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്താൽ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ, അവളുടെ സൗന്ദര്യത്തിൽ ഭ്രാന്ത് പിടിച്ച് മറ്റെല്ലാം മറന്നുപോയ ഈ 4 പേരും, അപ്പയും മകനും പോലീസുകാരനും രാജാവും, ഈ പെണ്ണിന്റെ പിന്നാലെ ഓടുകയാണ്. ഓടി ഒരുപാട് ഓടുകയാണ്. പക്ഷേ ഈ പെണ്ണിനെ പിടിക്കാൻ കഴിയുന്നില്ല.
അവസാനം ഓടിത്തളർന്ന് ദാഹിച്ചവശരായി തൊണ്ട വറ്റി ഓരോരുത്തരായി വീണ് പിടഞ്ഞു മരിക്കുകയാണ്. എന്റെ കൂടെ ഓടുന്ന ഓരോരുത്തരും പിടഞ്ഞു മരിക്കുമ്പോഴും ആ ഓടി വരുന്ന ഓരോ ആളുകൾക്കും മനസ്സിൽ ചിന്ത വരുന്നില്ല, ഇനിയും ഞാൻ ഓടിയാൽ ഈ പെണ്ണിനെ പിടിക്കുന്നതിന് പകരം എന്റെ ജീവിതം അവസാനിക്കുമെന്നുള്ള ചിന്തയില്ലാതെ സ്വന്തം ജീവിതത്തെ പോലും മറന്ന് മരണത്തെ പോലും മറന്നുകൊണ്ട് ഇനി ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ള ബോധമില്ലാതെ ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ഭ്രാന്ത് പിടിച്ച് അവരിൽ ഓരോരുത്തരും അവളുടെ പിന്നാലെ ഓടി അവസാനം തൊണ്ട വരണ്ട് ദാഹിച്ചവശരായി വീണ് പിടഞ്ഞു മരിക്കുകയാണ്. ഇതുപോലെയാണ് ദുനിയാവ്. രാജാവെന്ന് വ്യത്യാസമില്ല, പ്രജയെന്ന് വ്യത്യാസമില്ല, പണ്ഡിതനെന്ന് വ്യത്യാസമില്ല, പാമരനെന്ന് വ്യത്യാസമില്ല. ആരെന്നും മനുഷ്യരായി പിറന്നവർ ദുനിയാവിനോടുള്ള അതിയായ ആഗ്രഹത്താൽ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടി അവസാനം താൻ തളർന്നു വീണു നാശത്തിലേക്ക് എടുത്തെറിയുമെന്നുള്ള ബോധമില്ലാതെ അതിന്റെ പിന്നാലെ ഓടിയവരെല്ലാം നാശത്തിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടും നമുക്ക് ബോധം വരുന്നില്ല. ഏതുപോലെ ബാപ്പ പിടഞ്ഞു വീണ് മരിക്കുമ്പോ മകൻ ഓർമ്മ വരുന്നില്ല, ഈ പെണ്ണിന്റെ പിന്നാലെ ഞാൻ ഇനിയും ഓടിയാ ഞാൻ മരിക്കുന്നു, പിന്നെയും ഓടണവൻ എന്നതുപോലെ ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞവർ പരസ്പരം വെട്ടിയും കുത്തിയും പടവെട്ടിയും നമുക്കിടയിൽ തീർന്നപ്പോ നമുക്കിടയിൽ അവർ പിടഞ്ഞു മരിച്ചപ്പോഴും നമുക്ക് ബോധം വന്നില്ല. പ്രിയപ്പെട്ടവരെ, തൃശൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന രണ്ട് സഹോദരന്മാർ വളരെ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്. ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കഥയിലെ ഈ സംഭവത്തിലെ രണ്ട് കഥാപാത്രങ്ങളും മുസ്ലിം ചെറുപ്പക്കാരായതുകൊണ്ട് നമുക്ക് വളരെ വലിയ പാഠമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവർ പരസ്പരം പടവെട്ടി മരിക്കുമ്പോഴും നമുക്ക് ബോധം വരുന്നില്ല. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഇവര് വളരെ സ്നേഹബന്ധത്തിലാണ്, വളരെ വിശ്വാസമാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബഹുമാനമാണ്, വളരെ സ്നേഹമാണ്. അങ്ങനെ ഇരിക്കെ അതിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരന് 3 കോടി രൂപ കടം കൊടുക്കുകയാണ്. 3 കോടി രൂപയാ കടം കൊടുത്തത്, വിശ്വസിച്ചു കൊടുത്തതാണ്. പക്ഷേ അത് വാങ്ങിയ ചെറുപ്പക്കാരന് തിരിച്ചു കൊടുക്കണമെന്ന ബോധമില്ല. അവൻ കടം തിരിച്ചു കൊടുക്കാതിരിക്കാൻ അവൻ കാണിച്ച എളുപ്പവഴി എന്താ? തന്നെ വിശ്വസിച്ചുകൊണ്ട് 3 കോടി രൂപ കടം നൽകിയ ഈ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അയാളെ ചതിപ്രയോഗത്തിലൂടെ കൊന്നുകളഞ്ഞ് അയാളുടെ ശരീരമെല്ലാം വെട്ടിത്തുണ്ടങ്ങളാക്കി കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക്കിന്റെ കവറിലാക്കി തന്റെ വീടിന്റെ മുമ്പിൽ കുഴിച്ചിടുകയാണ്. കണ്ടോ, ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞവർ. ഈ കൊല്ലപ്പെട്ട സഹോദരനാവട്ടെ പലിശക്ക് കടം കൊടുത്ത് അള്ളാഹു നൽകിയത് മതിവരാതെ ആർത്തിമൂത്ത് ദുരമൂത്ത് പലിശക്ക് കടം കൊടുത്ത് ദുനിയാവുണ്ടാക്കാൻ നെട്ടോട്ടമോടിയവനാണ്. ദുനിയാവിന്റെ പിന്നാലെ ഓടി നടന്നവർ പരസ്പരം വെട്ടിയും കുത്തിയും കൊല്ലപ്പെടുന്നത് നമ്മുടെ കൺമുമ്പിൽ കണ്ടിട്ടും അതിനോടുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ നിന്ന് സ്തമിച്ചു പോകുന്നില്ല. വിധങ്ങൾ പറയുകയാണ്, അദ്ദുനിയാ ദാറുമല്ല ദാറലഹു. ദുനിയാവെന്ന് പറയുന്നത് ഒരു വീടുമില്ലാത്തവന്റെ വീടാണ്. വമാലുമല്ല മാലലഹു. ഒരു സമ്പത്തുമില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ്. ഒരു സമ്പത്തുമില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ്. മനസ്സിന് ബോധമില്ലാത്ത വിവരമില്ലാത്ത വിഡ്ഢികളാണ് ദുനിയാവിനെ വാരിക്കൂട്ടാൻ വേണ്ടി ജീവിതം നശിപ്പിക്കുന്നത്. വിവരമില്ലാത്ത വിവരം ദോഷികളാണ് ദുനിയാവിന്റെ മേൽ പരസ്പരം പടവെട്ടുന്നത്.
കഴിഞ്ഞ റമദാനിന്റെ മുമ്പത്തെ റമദാനിൽ പ്രിയപ്പെട്ടവരെ കാസർഗോഡ് ജില്ലയെ നടുക്കിയ ഒരു കൊലപാതകം നടന്നില്ലേ? 3 ചെറുപ്പക്കാർ അങ്ങ് ദുബായിൽ നിന്ന് കൊടുത്തയച്ച 3 കിലോ സ്വർണത്തിന്റെ കാരിയർമാരാണവർ. ഉടമസ്ഥർക്ക് കൊടുക്കാതെ മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് അവർ മുങ്ങിയപ്പോൾ അതിന് പകരമായി അവർക്ക് ബലി കൊടുക്കേണ്ടി വന്നത് അവരുടെ ജീവിതമാണ്. ദുനിയാവിന് വേണ്ടി വെട്ടിയും കുത്തിയും കൊല്ലാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ അതപ്പതിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുകയാണ്, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, യാ അബൂ ഹുറൈറ, അല്ലയോ അബൂ ഹുറൈറ, അലാ ഉരിയക ദുനിയാ ജമിഅഹാ, ഈ ദുനിയാവ് എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ അബൂ ഹുറൈറ? ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെയോ? ഈ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയേ, വേണം നബിയേ, ദുനിയാവ് എന്താണെന്ന് കാണിച്ചു തരണം. ഫഖദ ബിയദി വഅതാ ബി വാദിയം മിൻ വുദിയാനിൽ ഔദിയത്തിൽ മദീന, എന്റെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഒരു മലഞ്ചെരുവിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഫഇദാ മിസ്ബലത്തുൻ, അത് കേവലം ഒരു മലഞ്ചെരിവല്ല, അതൊരു കുപ്പത്തൊട്ടിയാണ്. ആളുകളെല്ലാം ചപ്പുചവറുകളും കാട്ടങ്ങളും വലിച്ചെറിയുന്ന ഒരു കുപ്പത്തൊട്ടിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇദാ റൂസുന്നാസ് വൽഇളാമുൽ ബാലിയതു വൽ ഖിറഖു, ആ കുപ്പത്തൊട്ടിയിൽ ഞാൻ കാണുന്നത് മുമ്പേ മരിച്ചുപോയിട്ടുള്ള ജനങ്ങളുടെ ജീർണിച്ച തലയോട്ടികളും അവരുടെ നുരുമ്പിപ്പോയ എല്ലുകളുമാണ്. അതുപോലെ ഒരുപാട് ജീവികളുടെ കാഷ്ടങ്ങളും അപ്രകാരം തന്നെ ഒരുപാട് കീറക്കഷ്ണങ്ങളും കീറത്തുണികളും പഴന്തുണികളുമാണ്. അങ്ങനെ ചപ്പുചവറുകളും പഴന്തുണികളും മരിച്ചുപോയിട്ടുള്ള ആളുകളുടെ ജഡാവശിഷ്ടങ്ങളും അവരുടെ എല്ലുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുപ്പത്തൊട്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ്, ഹാദിഹി ദുനിയാ, ഇതാണ് അബൂ ഹുറൈറ ദുനിയാവ്, ഈ കാണുന്നതാണ് ദുനിയാവ്. കാരണം എന്താ? നബി തങ്ങൾ പറയാണ്, ഹാദിഹി റൂസ്, ഈ കാണുന്ന തലകളും തലയോട്ടികളുമില്ലേ, അവയെല്ലാം ഒരു കാലത്ത് ജീവനുള്ള തലയോട്ടികളായിരുന്നു. അതിന്റെ ഉള്ളിലെല്ലാം തലച്ചോറുകൾ ഉണ്ടായിരുന്നു. ആ തലച്ചോറുകൾക്കെല്ലാം ചിന്തകളും വികാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ മരണത്തിന്റെ മാലാക കടന്നു വന്നപ്പോ അവരുടെ സ്വപ്നങ്ങളെല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മുഖ്താരി ഖൈറിൽ ബരിയതി വഫീ ബസ്തിഹാ വഖ്തൽ മമാതി ഇശാറതു അലാ ഫൻറുറു അന്നി ഖറജ്തു ബിലാ ശൈഇ സ്വലാത്തു വ തസ്ലീമുൻ. ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ, ഒരു കുഞ്ഞ് ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ അവന്റെ കൈകൾ അവൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? എനിക്കൊരുപാട് സമ്പാദിക്കാനുണ്ട്, എനിക്കൊരുപാട് നേടാനുണ്ട്, ഒരുപാട് സാമ്രാജ്യങ്ങൾ എനിക്ക് വെട്ടിപ്പിടിക്കാനുണ്ട് എന്ന ചിന്തയോടെ, എന്ന സ്വപ്നത്തോടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കൂട്ടിപ്പിടിച്ച കൈകൾ നമ്മൾ എത്ര തന്നെ വിടർത്താൻ ശ്രമിച്ചാലും അത് വീണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. എന്നാൽ അവൻ മരിക്കുമ്പോൾ
വിളിക്കുമ്പോഴോ അവന്റെ കൈകൾ അവൻ വിടർത്തുകയാ. ആ വിടർത്തിയ കൈകൾ നമ്മൾ എത്ര തന്നെ കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും അത് വീണ്ടും വിടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ജനിച്ചു വീണപ്പോ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ലോകത്തേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ കൈകൾ അവൻ വിടർത്തി വെച്ചിരിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? കണ്ടില്ലേ ജനങ്ങളെ, ഒരുപാട് സ്വപ്നങ്ങളുമായി, ഒരുപാട് മോഹങ്ങളുമായി, അഭിലാഷങ്ങളുമായി, ആഗ്രഹങ്ങളുമായി ഞാൻ ലോകത്തേക്ക് കടന്നു വന്നവനാണ്. പക്ഷേ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് ജീവിച്ചിട്ട് കൊതി തീർന്നിട്ടില്ല. എന്റെ മോഹങ്ങളും എന്റെ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ലോകത്ത് ബാക്കിയാക്കി വെറും കയ്യോടെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മരിച്ചു കിടക്കുന്ന മയ്യത്ത് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ജനങ്ങളെ, എന്റെ കൈകൾ ശൂന്യമാണ്, എന്റെ കൈകൾ വിടർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ ഒന്നുപോലും ഞാൻ ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്നില്ല. റൂഹിനു പറയാനാകുമോ അസ്റായീലെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും പോരാനൊക്കുകയില്ലെന്നും? നഫ്സിനു പറയാനാകുമോ മരണം വന്നെത്തുമ്പോൾ ഞാൻ വരില്ലെന്നും മരണം എനിക്കു വേണ്ടെന്നും? ഒരുപാട് സ്വപ്നങ്ങളുമായി ലോകത്ത് വന്ന മനുഷ്യൻ കൈകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചുകൊണ്ടാണ് ലോകത്തു നിന്ന് മയ്യത്തായി കടന്നു പോകുന്നത്. കാരണം അവൻ പറയുകയാണ്, കണ്ടില്ലേ, എന്റെ സ്വപ്നങ്ങളൊന്നും പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഹബീബായ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ്, കണ്ടില്ലേ, ഇതാണ് ദുനിയാവ്. ഇക്കാണുന്ന തലയോട്ടികളിലെല്ലാം തലച്ചോറുകൾ ഉണ്ടായിരുന്നു. ആ തലച്ചോറുകളിലെല്ലാം ഒരുപാട് ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ സ്വപ്നങ്ങളെയെല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർ ലോകത്ത് നിന്ന് കടന്നു പോവുകയാണ്. ഫഇന്നഹാ സ്വാഇറത്തുൻ റമാദാ. ഇനി അവയെല്ലാം മണ്ണോട് ചേരുകയാണ്, മണ്ണിലലിഞ്ഞു ചേരുകയാണ്. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. ഈ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. ഈ മണ്ണിൽ നിന്നും വീണ്ടും ഉയരേകി അഹദവൻ നാളെ വിളിക്കുന്നു നിന്നെ. മണ്ണിനാൽ പടച്ചുള്ളതേ മണ്ണിലേക്കല്ലോ മടങ്ങുന്നു പിന്നെ. ഇന്നഹാ സ്വാഇറത്തുൻ റമാദാ. ഇനി ഈ തലയോട്ടികളെല്ലാം മണ്ണോടലിഞ്ഞു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത്തജാഫി അൻ ദാരിൽ ഖുറൂർ വൽ ഇനാബതു ഇലാ ദാരിൽ ഖുലൂദ്. ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ഈ ദുനിയാവിന്റെ സുഖലോലുപതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട്. ആഖിറത്തിന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മൾ എന്ത് കുടിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. പിന്നെ ആരാണ്? സിനിമകളിലും സീരിയലുകളിലും ക്രിക്കറ്റുകളിലും ഫുട്ബോളിന്റെ ടൂർണമെന്റുകളിലും നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന താരങ്ങളാണ്, അല്ലേ?
ഇന്നിപ്പോ ദാഹിക്കുമ്പോ കുട്ടികൾക്ക് പച്ചവെള്ളമൊന്നും വേണ്ട, പിന്നെ പെപ്സിയും കൊക്കക്കോളയുമാണ് വേണ്ടത്. കാരണം എന്താ? സച്ചിൻ അതാണ് കുടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ മക്കൾ പോലും പറയണം ഹോട്ടലിൽ പോയാൽ എനിക്ക് KFC മതി, എനിക്ക് KFC മതി. എവിടെ നിന്നാണ് ഇത് പഠിച്ചത് പ്രിയപ്പെട്ടവരെ? നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്ത് കുടിക്കണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് നമ്മളല്ല. നമ്മൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. പിന്നെ വേറെ ആരൊക്കെയാണ്? വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ഒരു യോഗ്യതയുമില്ലാത്ത സിനിമാ താരങ്ങളാണ് ഇന്ന് നമ്മുടെ വേഷങ്ങൾ പോലും തീരുമാനിക്കുന്നത്. കഴിഞ്ഞ 2-3 പെരുന്നാളുകൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വെച്ചിട്ടുള്ള താടിയുടെ മോഡലുകൾ നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകമായി ഞാൻ ഇവിടെ പേരുകൾ പറയേണ്ട ആവശ്യമില്ല. പല സിനിമകളുടെയും രൂപത്തിൽ താടി വെച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ വളരെ സുന്ദരമായ രൂപത്തിൽ നമ്മോട് താടി വെക്കാൻ പറഞ്ഞപ്പോ നമുക്കതിനുള്ള മനസ്സില്ല. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ താടി വെക്കുന്നത് കണ്ടാൽ പിന്നെ താടി വെക്കാൻ നമുക്ക് മടിയുമില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് അന്യനാട്ടിലുള്ളവരുടെയും അന്യ ആളുകളുടെയും സംസ്കാരങ്ങളെ പിന്തുടരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന രൂപത്തിലേക്ക് പോലും സിനിമകളും സീരിയലുകളും വളർന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയവും അത് തന്നെയാണല്ലോ. കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന രൂപത്തിലേക്ക് സിനിമകളും സീരിയലുകളും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ നെടുന്തൂണാണ് കുടുംബം. ആ കുടുംബക്കാര് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്, അർറഹിമു മുതഅല്ലിഖത്തും ബിഅർശിർ റഹ്മാൻ. കുടുംബ ബന്ധം എന്ന് പറയുന്ന വസ്തുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് കാണാൻ കഴിയുന്ന രൂപത്തിൽ പടച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് അർശിന്റെ താഴെ ഇങ്ങനെ നിലകൊള്ളുകയാണ്. കുടുംബ ബന്ധം അല്ലാഹുവിനോട് പറയുകയാണ്, മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആര് കുടുംബ ബന്ധം ചേർത്തുവോ അവനോടുള്ള ബന്ധം അല്ലാഹുവും ചേർക്കട്ടെ. ആര് കുടുംബ ബന്ധത്തെ മുറിച്ചുവോ അവനോടുള്ള ബന്ധത്തെ അല്ലാഹുവും മുറിച്ചു കളയട്ടെ. എത്ര ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആർക്കെങ്കിലും ദീർഘായുസ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ജീവിതത്തിലെ വിഭവങ്ങളും സാമ്പത്തിക ശേഷിയും ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമാ, അവൻ കുടുംബ ബന്ധത്തെ ചേർത്തുകൊള്ളട്ടെ. ആ വിഷയത്തിലേക്ക് കടന്നാൽ അത് തന്നെ നമുക്ക് മണിക്കൂറുകളോളം പറയാനുണ്ട്. ഞാൻ കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ രണ്ട് ഹദീസുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അടിത്തറയാണ് കുടുംബ ബന്ധം. അത് പുലർത്തുന്ന ആളുകൾക്ക് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധ്യമാകൂ. എന്നാൽ കുടുംബ ബന്ധത്തെ മുറിച്ചു കളയുന്നത് വളരെ ഗൗരവം നിറഞ്ഞ ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് കുടുംബ ബന്ധം മുറിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിഷയമേ അല്ലാതെയായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ത്വലാഖ് ചൊല്ലുക എന്നുള്ളത്, അല്ലെങ്കിൽ രാവിലെ കെട്ടിയ പെണ്ണിനെ വൈകുന്നേരം മൊഴി ചൊല്ലുക എന്നത് ഇന്നൊരു വിഷയമല്ലാതെയായി തീർന്നിരിക്കുകയാണ്. കാരണം ഏഷണികളും പരദൂഷണങ്ങളും ഫസാദുകളും നമീമത്തും പറഞ്ഞ് കുടുംബ ബന്ധങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന പ്രമേയങ്ങളാണ് നമ്മൾ സിനിമകളിലും സീരിയലുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂത്ത് മാറൂത്തിന്റെ ചരിത്ര സംഭവം നമ്മോട് പറയുന്നുണ്ട്. ഹാറൂത്ത് മാറൂത്ത് എന്ന് പറയുന്ന രണ്ടാളുകൾ ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞപ്പോ സിഹറിനെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തിയത് വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. സിഹർ എന്ന് പറയുന്ന വിഷയം ഏറ്റവും കൂടുതൽ അപകടകരമായി തീരാനുള്ള കാരണം സിഹർ കൊണ്ട് കുടുംബ ബന്ധത്തെ തകർക്കാൻ കഴിയുമെന്നുള്ളതാണ്.
സിഹിർ അപകടകരമാവാൻ കാരണം സിഹിർ കൊണ്ട് കുടുംബ ബന്ധത്തെ തകർക്കാൻ കഴിയും. അതുകൊണ്ടാണ് സിഹിർ ഇത്രയും ഗൗരവമായത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞാൽ കുടുംബ ബന്ധത്തെ തകർക്കുന്ന എല്ലാ വിഷയവും സിഹിർ പോലെ ഗൗരവമുള്ളതാണ് എന്നർത്ഥം. കുടുംബ ബന്ധത്തെ തകർക്കുന്ന എല്ലാ വിഷയങ്ങളും സിഹിർ പോലെ ഗൗരവമായ പാതകങ്ങളാണ്, തെറ്റുകളാണ് എന്നർത്ഥം. അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മൊബൈലും ടിവിയും അതുപോലെ ചാനലുകളും കുടുംബ ബന്ധങ്ങളെ ഇന്ന് വെട്ടി മുറിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഉപകരണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ ഒരുപാട് മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോവുകയാണ്. അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒന്നാണ് നഗ്നതയുടെ പ്രദർശനങ്ങൾ. നഗ്നത അല്ലെ, ഔറത്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മൊബൈൽ ഫോണിലൂടെയാണ് സാർവത്രികമായത്. ഔറത്തുള്ളിടത്ത് പ്രിയപ്പെട്ടവരെ മലക്കുകൾ കടന്നു വരില്ല. ഔറത്ത് കാണിക്കുന്നിടത്ത് കടന്നു വരുന്നവൻ പിശാചാണ്, ശൈത്താനാണ്. അതുകൊണ്ടാണല്ലോ ശൈത്താന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ബാത്റൂമുകളും രണ്ടാമത്തത് അങ്ങാടികളുമാണ്. ശൈത്താൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാത്റൂമും അങ്ങാടിയുമാണ്. കാരണം എന്താ? ബാത്റൂമിൽ ഔറത്താണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്, അങ്ങാടികളിൽ അന്യ സ്ത്രീകളുടെ ഔറത്താണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറയുകയാണ്, വഹബ്ബുൽ അമാകിനി ഇലശ്ശൈത്താൻ അസ്വാഖുഹാ. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളതും പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതുമായ സ്ഥലങ്ങൾ അങ്ങാടികളാണ്. കാരണം അല്പവസ്ത്രധാരിണികളായി സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ ഏറ്റവും മാംസളമായ ഭാഗങ്ങൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് കൊഞ്ചിക്കുഴഞ്ഞു നടക്കുന്ന ഒരു സ്ഥലം അങ്ങാടിയാണല്ലോ. അതുകൊണ്ട് പിശാചിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇങ്ങനെ നഗ്നതയെ സാർവത്രികമായി പ്രദർശിപ്പിക്കപ്പെട്ടത് മൊബൈൽ ഫോണിന്റെ കടന്നുവരവ് കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ വീടുകളെല്ലാം മലക്കുകൾക്ക് ഇടമില്ലാത്ത പിശാചുക്കളുടെ താവളങ്ങളായി നമ്മുടെ വീടുകളെല്ലാം മാറിപ്പോവുകയാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ തദ്ഖുലുൽ മലായിക, മലക്കുകൾ കടന്നു വരില്ല, ഫീ ബൈത്തിൻ, വീട്ടിൽ, ഫീഹി കൽബുൻ വലാ സൂറാ, നായയെ വളർത്തുന്ന വീട്ടിലും ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ച വീട്ടിലും മലക്കുകൾ കടന്നു വരില്ല. നായിനെ വളർത്തുന്ന വീട്ടിലും ചിത്രങ്ങൾ സൂക്ഷിച്ച വീടുകളിലും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച വീടുകളിലും മലക്കുകൾ കയറി വരില്ല. 24 മണിക്കൂറും ചിത്രങ്ങളും വീഡിയോകളും മാത്രം പ്രദർശിപ്പിക്കുന്ന ടെലിവിഷൻ എന്ന് പറയുന്ന ചെകുത്താൻ പെട്ടി, ടെലിവിഷൻ എന്ന് പറയുന്ന കുടുംബങ്ങളെ തകർക്കുന്ന ടെലിവിഷൻ നമ്മുടെ വീടുകളുടെ ഡൈനിങ് ഹാളിൽ സ്ഥാനം പിടിച്ചാൽ ആ വീട്ടിൽ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ മലക്കുകൾ വരിക? സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളെല്ലാം മലക്കുകൾക്ക് ഇടമില്ലാത്ത പിശാചുക്കളുടെ താവളങ്ങളായി നമ്മുടെ വീടുകൾ മാറിപ്പോവുകയാണ്. കൊലപാതകങ്ങൾ അധികരിച്ചു. ഉപ്പയെ കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ, മക്കളെ കൊല്ലാൻ മടിയില്ലാത്ത ഉപ്പമാർ, പിഞ്ചു പൈതങ്ങളെ പോലും പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കൊലപ്പെടുത്താൻ മടിയില്ലാത്ത ഉമ്മമാർ നമ്മുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംസ്കാരത്തിലേക്ക്, ഇങ്ങനെ മനുഷ്യത്വരഹിതമായ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചതിൽ നമ്മുടെ മീഡിയകളുടെ സ്ഥാനം നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ അധികരിച്ചത്, മോഷണങ്ങൾ അധികരിച്ചത്, കൊലപാതകങ്ങൾ അധികരിച്ചത് സിനിമയും സീരിയലുകളും അതുപോലെയുള്ള ആധുനികമായ മീഡിയകളിലൂടെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമാണോ? സ്വന്തം ഉമ്മ കിടന്നുറങ്ങുന്ന റൂമിൽ ഒളിക്യാമറകൾ ഫിറ്റ് ചെയ്ത് ഉമ്മയുടെ രഹസ്യഭാഗങ്ങളെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്ത് അവയെല്ലാം ആളുകൾക്ക് വിറ്റു കാശാക്കുന്ന മക്കളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ. ഇന്ന് പൊതുസ്ഥലങ്ങളിലെ ബാത്റൂമുകളിൽ പോലും നമ്മുടെ സഹോദരിമാർക്ക് കടന്നു പോവാൻ കഴിയുന്നില്ല.
എവിടെയും അവരുടെ മാനവും അവരുടെ നാണവും ചവിട്ടി അരക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ മൃഗങ്ങളായി അതപ്പതിച്ചു പോവുകയാണ്. കാരണം ഏതെങ്കിലും ഒരു പെണ്ണിന്റെ സ്വകാര്യ ഭാഗങ്ങൾ ഒപ്പിയെടുത്ത് വിൽപ്പന നടത്തിയാൽ ഒരു ക്ലിപ്പിന് ഇത്ര രൂപ എന്ന് വെച്ച് അതിന് പണം കൊടുത്തു വാങ്ങാൻ ആളുകളുണ്ട്. ചിന്തിക്കണം നമ്മൾ. കോഴിക്കോട് നഗരത്തിലെ ഒരു ഹോട്ടലിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു വിവാദമുണ്ടായി. ആ ഹോട്ടലിലെ ബാത്റൂമിൽ, ലേഡീസിന്റെ ബാത്റൂമിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആരോ എന്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ? നമ്മുടെ സഹോദരിമാരുടെ രഹസ്യഭാഗങ്ങൾ ഒപ്പിയെടുത്ത് വിൽപ്പന ചരക്കാക്കാൻ ഈ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെത്തിപ്പെട്ടത് സിനിമയും സീരിയലും കൊണ്ടല്ലേ? കാരണം എന്താ? അതിന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്താൽ അത് കാണുമ്പോ എത്ര ആളുകൾ കാണുന്നു അതിനനുസരിച്ച് പണം കിട്ടുകയാണ്. അങ്ങനെ അതൊരു വ്യവസായമായതൊരു കച്ചവടമായി തീർന്നിരിക്കുകയാണ്. അവസാനം സ്വന്തം ഉമ്മയെയും പെങ്ങളെയും പോലും വിൽപ്പന ചരക്കാക്കാൻ മടിയില്ലാത്ത ചെറുപ്പക്കാർ നമുക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കണ്ണിലൂടെയുള്ള വ്യഭിചാരങ്ങൾ അധികരിച്ചത് നമുക്കറിയാമല്ലോ. നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നേരം പുലർന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ നേരം പുലർന്നു കഴിഞ്ഞാൽ അയാളുടെ ശരീരഭാഗങ്ങളിലും ഓരോ ഭാഗത്തിനും സിനയുണ്ട്, വ്യഭിചാരമുണ്ട്. വ്യഭിചാരം എന്ന് പറയുന്നത് കേവലം ലൈംഗികമായ അവയവങ്ങളെ കൊണ്ട് മാത്രം ചെയ്യുന്നതല്ല. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട്. വിധങ്ങൾ പറയുകയാണ്, വല്ലഈനു സിനാഹാ അന്നദറു. കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടം. ഔറത്തിന്റെ ഭാഗങ്ങളിലേക്കുള്ള നോട്ടം കണ്ണിന്റെ വ്യഭിചാരമാണ്. മൊബൈലിലൂടെയും അതുപോലെ ടിവിയിലൂടെയും യഥേഷ്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്യ സ്ത്രീകളുടെ ഗോപ്യമായ ഭാഗങ്ങളിലേക്ക് നോക്കുന്നത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരികയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നുണ്ട്. ആ മനുഷ്യനെ കണ്ടപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അയദ്ഖുലു അലൈനാ റജുലുൻ വഫീ ഐനൈഹി അസറു സിനാ. കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് ഒരു മനുഷ്യനിതാ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. ഇപ്പോൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്ന മനുഷ്യന്റെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ കാണുകയാണ്. വ്യഭിചാരത്തിന്റെ അടയാളം അയാളുടെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട്. സ്വഹാബിമാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ ഒരു മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കിയാൽ വ്യഭിചാരത്തിന്റെ അടയാളം കാണുമെന്ന് കരുതി സ്വഹാബിമാർ അമ്പരന്നിരിക്കുമ്പോ ആ മനുഷ്യൻ സദസ്സിലേക്ക് കടന്നു വരികയാണ്. അത്ഭുതത്തോടെ കൂടെയുള്ളവർ ചോദിക്കുന്നു, സഹോദരാ, നിങ്ങളെ കുറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ട് എന്നാണല്ലോ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇത് കേട്ടപ്പോ അത്ഭുതത്തോടു കൂടി ആ മനുഷ്യൻ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോ, ഈ സദസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോ എന്റെ മുമ്പിലൂടെ ഒരു പെണ്ണ് കടന്നു പോവുകയാണ്. അവളുടെ പാദസര കിലുക്കങ്ങൾ കേട്ടപ്പോ അവളുടെ ശരീരത്തിലേക്ക് അറിയാതെ എന്റെ കണ്ണുകൾ ഉടക്കി പോവുകയാണ്.
ഇതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളവുമായി കടന്നു വരുന്ന ഒരു മനുഷ്യനെന്ന്. പ്രിയപ്പെട്ടവരെ, വ്യഭിചാരവും നഗ്നതയുടെ പ്രദർശനവും ഇത്രയും സാർവത്രികമായി നമുക്കിടയിൽ, ഇത്രയും സാർവത്രികമായി, ഇത്രയും കൂടുതൽ വ്യാപകമായി തീരാൻ മൊബൈലുകളും ഇന്റർനെറ്റുകളും അതുപോലെ ടിവിയും മറ്റുള്ള സൗകര്യങ്ങളും മീഡിയകളും ഏറ്റവും വലിയ സഹായകമായി തീർന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനെയെല്ലാം നന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കൽ നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കടമയാണ്. എത്രയോ കൊലപാതകങ്ങൾ, നടുക്കുന്ന വാർത്തകൾ. സ്വന്തം മാതാവിനെ പിച്ചക്ക് പറഞ്ഞയച്ച്, പിച്ച തണ്ടാൻ വേണ്ടി മാതാവിനെ പറഞ്ഞയച്ച്, മാതാവ് കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് കാമുകിമാരുടെ കൂടെ സുഖിച്ചു നടക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ സംഭവങ്ങൾ ഈ അടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ വായിച്ചവരായിരിക്കാം. നഊദു ബില്ലാഹ്. ടിവിയിലും മറ്റും കാണുന്ന ജീവിതമാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതി ഉമ്മയുടെ വിലയറിയാതെ, ഉപ്പയുടെ വിലയറിയാതെ, സഹോദരിമാരുടെ വിലയറിയാതെ മൃഗങ്ങൾക്ക് തുല്യമായി ജീവിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഉമ്മാനെ പിച്ച തണ്ടാൻ വേണ്ടി പറഞ്ഞയച്ചിട്ട് ഉമ്മ കൊണ്ടുവരുന്ന പണം പിടിച്ചു വാങ്ങി കാമുകിമാരുടെ കൂടെ സുഖിച്ചു ജീവിക്കുക. അവന്റെ പേര് മുസ്തഫ എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെട്ടത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണ്ടേ? ഹബീബായ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലഖദ് ദറഅനാ ലിജഹന്നമ, നരകത്തിനു വേണ്ടി നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ഒരുപാട് ജനങ്ങൾ നരകത്തിന്റെ വിറകാണ്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്കെല്ലാം ഹൃദയങ്ങളുണ്ട്, പക്ഷേ ആ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കാൻ അവർ തയ്യാറാവുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്കെല്ലാം കണ്ണുകളുണ്ട്, പക്ഷേ ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്കെല്ലാം ചെവികളുണ്ട്, പക്ഷേ ആ ചെവിയെ കൊണ്ടവർ ചിന്തിക്കുന്ന, ആ ചെവിയെ കൊണ്ടവർ കേൾക്കുന്നില്ല. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, മനസ്സുണ്ടെങ്കിലും ചിന്തിക്കാത്ത ഒരു തലമുറയായി നമ്മൾ മാറിപ്പോവുകയാണ്. അങ്ങനെയുള്ള തലമുറയെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഉലൈക കല്ലനാം, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവരാണ്. ഏതെങ്കിലും ഒരു വേട്ടമൃഗം തന്റെ മാതാവിനെ കൊന്നുകളഞ്ഞത് നമ്മൾ കാണാറുണ്ടോ? ഏതെങ്കിലും ഒരു സിംഹം തന്റെ തള്ളയെ കൊന്നുകളയുന്നത് നമ്മൾ കാണാറുണ്ടോ? ഏതെങ്കിലും ഒരു വേട്ടപ്പട്ടി തന്റെ തള്ളയെ കൊന്നു തിന്നുന്നത് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? എന്നാൽ സ്വന്തം മാതാവിനെ 10 മാസം തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടന്ന സ്വന്തം മാതാവിനെ വളരെ ക്രൂരമായി കാമുകിക്ക് വേണ്ടി കൊലപ്പെടുത്താൻ മടിയില്ലാത്തവരായി മനുഷ്യർ അതപ്പതിക്കുമ്പോ അവൻ നാൽക്കാലികളെക്കാൾ അതപ്പതിച്ചവനെന്നല്ലാതെ മറ്റെന്തു പറയാനാ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും വേട്ടമൃഗങ്ങൾ സ്വന്തം വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെ കൊന്നു തിന്നാറില്ല. എന്നാൽ സ്വന്തം മാതാവിനെയും പിതാവിനെയും സമ്പത്തിന് വേണ്ടി കൊലപ്പെടുത്താൻ മടിയില്ലാത്തവരായി മനുഷ്യർ മാറുകയാണ്. എവിടെ നിന്നാണ് ഈ സംസ്കാരം നമ്മുടെ മക്കൾ പഠിച്ചെടുത്തത്? എവിടെ നിന്നാ പ്രിയപ്പെട്ടവരെ കുടുംബത്തെ വേരോടെ പിഴുതെറിയാൻ നമ്മുടെ മക്കൾക്ക് ധൈര്യം വന്നത്? അവൻ കാണുന്ന സിനിമ പഠിപ്പിക്കുന്നത് അതാണ്, അവന്റെ സീരിയലുകൾ പഠിപ്പിക്കുന്നത് അതാണ്, അവന്റെ നായകന്മാർ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒരു ആശയമാണ്. ഈ അടുത്ത മഹാരാഷ്ട്രയിലെ പൂലക്കടുത്ത് ബാങ്കിൽ ജോലി ചെയ്യുന്ന നല്ല ശമ്പളമുള്ള ഒരു ചെറുപ്പക്കാരൻ കുടുംബ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി തന്റെ വീട്ടിലേക്ക് ഉമ്മയെയും ഉപ്പയെയും സഹോദരന്മാരെയും സഹോദരിമാരെയും വിളിച്ചു വരുത്തുകയാണ്. ഒരു സൽക്കാരത്തിന്
ഒരു സൽക്കാരത്തിന് വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിലെല്ലാം മയക്കുമരുന്ന് അല്ലെങ്കിൽ വിഷം കലർത്തി അവര് തളർന്നു വീണപ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും ജ്യേഷ്ഠന്മാരെയും അനിയന്മാരെയും പെങ്ങന്മാരെയും അവരുടെ പിഞ്ചു മക്കളെ പോലും വളരെ ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. തന്റെ കുടുംബത്തിൽപ്പെട്ട ഏകദേശം 16ഓളം ആളുകളെ, കുടുംബം എന്ന് പറഞ്ഞ പോരാ, തന്റെ രക്തത്തിന്റെ ബാക്കിയാണ് അവരുടെ ഞരമ്പുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ഉമ്മയും ഉപ്പയും സഹോദരന്മാരും സഹോദരിമാരും അവരുടെ പിഞ്ചു മക്കളും അടക്കം ഏകദേശം 16ഓളം പേരെ ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ബാങ്കിൽ ജോലി ചെയ്യുന്ന നല്ല ശമ്പളമുള്ള ചെറുപ്പക്കാരന് കിട്ടിയത് മതിയാവുന്നില്ല, എന്നിട്ട് സമ്പത്ത് തട്ടിയെടുക്കാൻ, കുടുംബസ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഇതുപോലെ പ്രായമായ മാതാവിനെ ജനങ്ങൾ നടന്നു പോകുന്ന വഴിവക്കിൽ വെച്ച് ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. ചിന്തിക്കണം, നമ്മൾ ഈ ഒരവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിച്ചത് സിനിമകളും സീരിയലുകളും കൊണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം എന്താ? ഇതിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെയുള്ള ആശയങ്ങളാണ്. സിനിമയിലെ നായകന്റെ മുമ്പിൽ വരുന്നത് അവൻ സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ തടസ്സമായി നിൽക്കുന്നത് ബാപ്പയാണെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛനെ കൊന്നിട്ട് പോലും സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ മുന്നോട്ട് വരുന്ന നായകന്മാരെയാണ് സിനിമകളിൽ പ്രദർശിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മലപ്പുറത്തിന്റെയും കോഴിക്കോടിന്റെയും അതിർത്തി പ്രദേശമായ ചേലേമ്പ്രയിലെ ഒരു ബാങ്കിൽ 8 കോടി രൂപയുടെ സ്വർണം കട്ടെടുത്തു കൊണ്ടുപോവുകയാണ്. 8 കോടി രൂപയുടെ സ്വർണം. കേരളത്തിൽ അത്രയും വലിയ ഒരു പകൽ കൊള്ള നടന്നിട്ടില്ല. എങ്ങനെയാ അത് എടുത്തത്? ഇതുപോലെ 2 നിലയുള്ള ഒരു ബിൽഡിംഗിന്റെ മുകൾ നിലയിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കാണ്. അതിന്റെ താഴെ ഒരു ഹോട്ടലാണ്. ഈ കൊള്ളക്കാർ താഴെയുള്ള ഹോട്ടൽ മുറി വാടകക്കെടുക്കുകയാണ്. എന്നിട്ട് അവിടെ അറ്റകുറ്റപ്പണി എന്ന പേരിൽ തട്ടുമുട്ടുമൊക്കെ ആളുകളെ കേൾപ്പിച്ച് ഒരു ദിവസം രാത്രി അതിന്റെ ടെറസ് ഭാഗം തുറന്നിട്ട് മുകളിൽ കയറി 8 കോടിയുടെ സ്വർണം കട്ടെടുത്തു കൊണ്ടുപോവുകയാണ്. ഇത് പറയുമ്പോ തന്നെ ചെറുപ്പക്കാർക്ക് അറിയാം ഇതേത് സിനിമയിൽ നിന്ന് കോപ്പിയടിച്ചതായിരിക്കും. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇതൊരു സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്, ആ സിനിമയിൽ കണ്ട് പഠിച്ചതാണെന്ന് അതിലെ 1-ാം പ്രതി തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ, ദൃശ്യം മോഡൽ കൊലപാതകം എന്നുള്ള പേര് തന്നെ മലയാളത്തിലുണ്ട്. കാരണം അങ്ങനെ ഒരു സിനിമ ഉണ്ട്. ആ സിനിമയിലുള്ള കൊലപാതകം പോലെയുള്ള കൊലപാതകം നടത്തുന്നതിന് ആ പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കണം, ഇവരൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ നായകന്മാരായി വരുന്നത്. നിങ്ങൾ ബണ്ടിച്ചോറിനെ കേട്ടില്ലേ? ബണ്ടിച്ചോർ എന്ന് പറഞ്ഞ ഒരു കള്ളൻ കേട്ട ആളുകളില്ലേ? തിരുവനന്തപുരം ജില്ലയിൽ ഒരു വലിയ ഹൈടെക് വലിയ ഒരു കൊള്ള നടത്തി. ഡൽഹിക്കാരനാണ് ബണ്ടിച്ചോർ. ഒരുപാട് പത്രങ്ങളിലൊക്കെ താരമായ ഒരാളാണ്. ഏറ്റവും വലിയ ഹൈടെക് കൊള്ള നടത്തിയാണ്. എല്ലാ CCTV ക്യാമറകളെയും ഒക്കെ കബളിപ്പിച്ച് അവസാനം ഒരു വലിയ വീട്ടിൽ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ എടുത്തുകൊണ്ടുപോയ ബണ്ടിച്ചോർ എന്ന് പറയുന്ന ഒരു കള്ളനുണ്ട്. അപ്പൊ ഈ ബണ്ടിച്ചോറിന്റെ വാർത്ത ഇങ്ങനെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒരു ചെറിയ ക്യാമ്പിന് വേണ്ടി കൊണ്ടുപോകും. അപ്പൊ ക്യാമ്പിനിടയിൽ ഓരോരുത്തരോട് നമ്മൾ പറയില്ല, നിങ്ങൾ 5 ആളുകൾ ഓരോ ടീമായി, 5 ആളുകൾ ഓരോ ടീമായിട്ട് മാറണം. അങ്ങനെ ടീമുകൾ തമ്മിൽ മത്സരമൊക്കെ ഉണ്ടാവും. അപ്പൊ ഓരോ ടീമിന് ഓരോ പേരിടാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇതിൽപ്പെട്ട ഒരു ടീമിന് കുട്ടികൾ പേരിട്ടതാണ്, ഞങ്ങളുടെ ടീമിന്റെ പേര് ബണ്ടിച്ചോ. ചിന്തിക്കണം, കാരണം കള്ളന്മാരും കൊള്ളക്കാരും കൊലയാളികളും നമ്മുടെ മക്കളുടെ മനസ്സിൽ നായക പരിവേഷത്തോടുകൂടി നമ്മുടെ മക്കളുടെ മനസ്സിൽ അവരാണ് ഏറ്റവും വലിയ വീരപുരുഷന്മാർ. അവര് കാണിച്ചു തരുന്ന സംസ്കാരവും അവരുടെ സ്വഭാവവും അവരുടെ ചെയ്തികളും എത്ര തന്നെ മോശപ്പെട്ടതാണെങ്കിലും അത് വിഷയമല്ല. അത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ മുന്നോട്ട് വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെടുന്നത്. നിബിധങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅതു ഹത്താ യകൂനൽ വലദു ഗൈളാ വൽ മതറു ഖൈളാ ويجترئ اللئيم على الكريم والصغير على الكبير.
4 കാര്യങ്ങളാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന്റെ മുമ്പേ നിർബന്ധമായും ലോകത്ത് വെളിപ്പെടേണ്ട 4 കാര്യങ്ങൾ. ഇത് സംഭവിക്കാതെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കില്ല ഹത്താ യകൂനൽ വലദു ഗൈളാ, അപ്പാക്ക് മകനെ കണ്ടുകൂടാത്ത കാലം വരുന്നത് വരെ, മകന് ബാപ്പയെ കണ്ടുകൂടാത്ത കാലം വരുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. നമ്മുടെ നാട്ടിൽ പതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. മക്കൾക്ക് ബാപ്പാനെ കണ്ടുകൂടാ, ബാപ്പാക്ക് മക്കളെ കണ്ടുകൂടാ. കുടുംബത്തിൽ വല്ല വിഷയങ്ങളും ചർച്ച നടത്തിയാൽ ബാപ്പ ഒരഭിപ്രായം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ, നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു ബാപ്പയുടെ മുഖത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കാൻ മക്കൾ ധൈര്യം കാണിക്കുന്ന കാലമാണിത്. മഴ കുറയുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ വർഷം ഏറ്റവും കൂടുതൽ ചൂടുള്ള, ഏറ്റവും കൂടുതൽ വരൾച്ചയുള്ള ഒരു വർഷമാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ വരൾച്ചയിൽ നിന്നും, എല്ലാവിധ ക്ഷാമത്തിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. മൂന്നാമതായി നബി തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുകയാണ്. വയജ്തരി അൽ-ലഈമു അലൽ കരീം വസ്സഗീറു അലൽ കബീർ,